കളക്ടറെ കാര്യത്തിൽ ഞങ്ങൾ ഇതാണ് കളക്ടർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ അവനായിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. ഈ ആളിനെ ആദ്യം പറഞ്ഞത് ഈ സെന്റ് ഓഫ് ചടങ്ങില് ക്ഷണിക്കാതെ വന്നു എന്നാണ് ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത്, അവരിപ്പോ പറയുന്നു കോടതി കൊടുത്തിരിക്കുന്നതിനകത്ത് പറയുന്നത് ക്ഷണിച്ചിട്ടാണ് പോയ, കളക്ടർ ക്ഷണിച്ചിട്ട്. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തിരിമറി നടന്നതായി ഉറപ്പിക്കുമ്പോൾ ഇതിന് പിന്നിലെ സൂത്രധാരൻ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ് എന്ന ആരോപണം ശക്തമാക്കുകയാണ്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവരുടെ അസാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം നടപടികൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഉറപ്പിക്കുകയാണ് കുടുംബം. വീട്ടിലേക്ക് പോകാനുള്ള 2 ബാഗുകളുമായിട്ടാണ് നവീൻ ബാബു യാത്രയപ്പ് യോഗത്തിന് എത്തിയത് എന്നാണ് ഡ്രൈവർ ഷംസുദ്ദീന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും രാവിലെ തന്നെ വീടൊഴിഞ്ഞ് താക്കോൽ തിരികെ ഏൽപ്പിച്ചിരിക്കും. യാത്രയപ്പ് ചടങ്ങിലെ ആകസ്മിക സംഭവ വികാസങ്ങൾക്ക് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചപ്പോഴെങ്കിലും താക്കോൽ കൈമാറിയിട്ടുണ്ടാകും എന്ന് തീർച്ച. അങ്ങനെയെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തിരികെ എത്തിയ നവീൻ ബാബു താക്കോലില്ലാതെ എങ്ങനെ വാതിൽ തുറന്ന് അകത്ത് കയറി എന്ന ചോദ്യം പ്രസക്തമാകുന്നു. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന സംശയം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇത്തരം സാഹചര്യ തെളിവുകളെല്ലാം. നവീൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബന്ധുക്കളും. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ബന്ധു നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്. ആ കളക്ടർ ക്ഷണിച്ചിട്ട് വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാനാണോ ഒരു സെന്റ് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്? അത് സംസാരിച്ചപ്പോൾ തന്നെ ഒന്നുകിൽ കളക്ടറല്ലേ, ഒരു ജില്ലയുടെ അധികാരിയല്ല, അയാളെ പരിധിയിൽപ്പെട്ടതല്ല ഈ അയക്കെന്ന് പറയാമായിരുന്നല്ലോ. ശരിയല്ല, അങ്ങനെ ഈ സെന്റ് ഓഫ് ചടങ്ങിൽ ഈ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് അയക്ക് പറയാൻ അത് അയാൾ തയ്യാറായി. ഉത്തരവാദിത്തം എവിടെയാണ്? തയ്യാറാകത്തെ ഒരു പക്ഷേ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പേടിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു, ഭയമായിരിക്കും. അത് പോകട്ടെ, അത് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോയ അവസരത്തിൽ എഴുന്നേറ്റ് അങ്ങനെ ഒരു ആശ്വാസവാക്ക് അങ്ങനെ ചെയ്യുന്ന ആളല്ല നവീൻ ബാബു ഒരിക്കലും. പിന്നീട് അയാൾ പറഞ്ഞല്ലോ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഒരു വാക്ക് അയാൾ എഴുന്നേറ്റ് അവിടെ പറഞ്ഞിരുന്നില്ല അവന് ആത്മഹത്യ ചെയ്യും. കളക്ടറുമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ കളക്ടറെ സംബന്ധിച്ച് പറഞ്ഞാല് അവൻ ലീവ്, അതുകൊണ്ട് തന്നെയാണ് കളക്ടറെ എന്റെ അനന്തരവൾ കാണണ്ട, അവിടെ വന്നപ്പോ കാണണ്ടെന്ന് പറഞ്ഞത്. കാരണം കളക്ടറെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറെ ലീവിന് ഒരു ലീവ് എടുത്ത് അവനോട് ഈ അവധിയുള്ള ദിവസങ്ങളിലൊന്നും അവനോട് പോരാൻ കഴിയുന്നില്ല. ലീവ് എടുത്ത് പോരാൻ വരുമ്പം ലീവ് കൊടുക്കാൻ മടിക്കുക. അത് കഴിഞ്ഞ ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിക്കുകയാണ് ഇനി പോരാൻ. അത് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവനെ മണ്ടയിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കളക്ടറാണ്. ആ കളക്ടർ ഇതിനകത്ത് ഒരു പ്രധാന കക്ഷിയാണ്. അതിന് യാതൊരു സംശയം വേണ്ട. ഞങ്ങൾക്കറിയാം കളക്ടറാണ് അവന്റെ മരണത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയുടെ അയക്കും പങ്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കളക്ടറെ കാര്യത്തിൽ ഞങ്ങൾ ഇതാണ് കളക്ടർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ അവനായിട്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. ഈ ആളിനെ ആദ്യം പറഞ്ഞത് ഈ സെന്റ് ഓഫ് ചടങ്ങില് ക്ഷണിക്കാതെ വന്നു എന്നാണ് ആദ്യം പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത്, അവരിപ്പോ പറയുന്നു കോടതി കൊടുത്തിരിക്കുന്നതിനകത്ത് പറയുന്നത് ക്ഷണിച്ചിട്ടാണ് പോയ, കളക്ടർ ക്ഷണിച്ചിട്ടാണ്. ഇവിടെ ദിവ്യയ്ക്ക് പുറമെ കളക്ടറും നവീന്റെ മരണത്തിൽ പങ്കാളിയാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഇവർ. ബന്ധുക്കളുടെ സമ്മതമോ സാന്നിധ്യമോ ഇല്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ തന്നെ ദുരൂഹതകൾ ഏറെയാണ്. മാത്രമല്ല, റീപോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യതകൾ പോലും അടച്ചുകൊണ്ട് ഉടനെ തന്നെ ദഹിപ്പിച്ചു കളയാൻ വേണ്ടി കളക്ടർ ഉൾപ്പെടെയുള്ളവർ കാട്ടിയ വ്യഗ്രതയും സംശയാസ്പദമാണ്. ഇവിടെ കളക്ടറുടെ ഇൻവോൾവ്മെന്റ് തീർച്ചയായും അന്വേഷിക്കണം. ഭാര്യയും മക്കളും സഹോദരങ്ങളും ഉള്ളപ്പോഴാണ് ഭാര്യയുടെയും മക്കളുടെയും സ്ഥാനം കയ്യേറിക്കൊണ്ട് കളക്ടർ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത്. യാത്രയപ്പ് ചടങ്ങിൽ വന്നു നിന്ന് ഉറഞ്ഞു തുള്ളിയ ദിവ്യയെ പോലൊരു പെണ്ണിനെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത കളക്ടർക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിന് മുൻകൈ എടുക്കാനുള്ള ആർജവം പെട്ടെന്നുണ്ടായത്? ഏതായാലും ഇതൊരു ആത്മഹത്യയല്ല എന്ന് തീർത്ത് പറയാൻ കഴിയും. 2 പെൺമക്കൾ, അവരുടെ പഠനം, വിവാഹം, നല്ലൊരു ജീവിതമൊക്കെ കാണാൻ കുതിച്ച അച്ഛൻ, റിട്ടയർമെന്റ് കാലം ഭാര്യയ്ക്കൊപ്പം ശാന്തമായ ഒരു ജീവിതം സ്വപ്നം കണ്ട മനുഷ്യൻ, ജീവിതത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇത്രയും വർഷം ജീവിച്ച ഒരു വ്യക്തി. അങ്ങനെ ഒരാൾ പിന്നെ എങ്ങനെയാണ് ദിവ്യയെ പോലെ ഒരുവളുടെ വാക്കിന് മുന്നിൽ ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന വിധത്തിൽ പതറിപ്പോകുക? വിദൂര സാധ്യത പോലുമില്ലാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയല്ല എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇതൊരു കൊലപാതകം തന്നെയാണ്. കളക്ടറുടെ കൂടെ അറിവോടെ നടന്ന ഒരു കൊലപാതകം.